ഇത് നമ്മൾ സ്ട്രോബെറി കൊമ്പോട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, കാണാനും ഭയങ്കര രസമാണ്, നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോഴും ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നല്ല കളറല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് സ്ട്രോബെറീസ് എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്ത് ഒരു സോസ് പാനിലിടുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതത്രേ ഉള്ളൂ പരിപാടി. സ്ട്രോബെറീസ് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, എന്ത് രസമല്ലേ കട്ട് ചെയ്യുമ്പോൾ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാനിലേക്ക് കട്ട് ചെയ്ത സ്ട്രോബെറീസ് എല്ലാം ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. സ്ട്രോബെറീസ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ ഷുഗർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത് സ്ട്രോബെറീസ് നല്ല മധുരം ഉണ്ടാവും, വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ നിന്ന് സ്ട്രോബെറീസ് തന്നെ നമുക്ക് ജ്യൂസി ആയിട്ട് നീരിറങ്ങി വരും. അപ്പോൾ ആ ജ്യൂസിൽ തന്നെ അത് കുക്കായിട്ട് വന്നോളും. അതൊരു 5 to 10 മിനിറ്റ് അത്രയും സമയത്ത് കുക്കിംഗ് ആവശ്യമുള്ളൂ, ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് അടി കട്ടിയുള്ള പാത്രമായിരിക്കണേ, സോസ് പാനാകാൻ അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. അപ്പോൾ കുക്ക് ചെയ്തതിൽ നിന്ന് ജ്യൂസ് ഇറങ്ങി വരുന്നുണ്ടോ, നല്ല റെഡ് കളറിൽ ജ്യൂസ് ഇറങ്ങി വരും. നന്നായിട്ട് തിളച്ച് ഒരു കുറുകി വരുന്ന പാകത്തിൽ നമുക്ക് നമ്മുടെ സ്ട്രോബെറി കോമ്പോട്ട് റെഡിയാണ്. പിന്നെ നിങ്ങൾക്കിത് പുറത്ത് സൂക്ഷിക്കണമെങ്കിൽ ഇതിൽ വിനീഗറോ അല്ലെങ്കിൽ നമ്മളെ ലെമൺ ജ്യൂസോ, ഈ തിളച്ച് വരുന്ന സമയത്ത് ലെമൺ ജ്യൂസോ ചേർത്തിട്ട് പുറത്ത് ബോട്ടിലാക്കി സൂക്ഷിക്കാം. അല്ലാതെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ, ഇങ്ങനെ ഷുഗർ മാത്രം ചേർത്തിട്ട് സൂക്ഷിച്ചാലും മതി. കുറേ നാളത്തേക്ക് വേണമെങ്കിലാണ് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഇതിൽ തിളപ്പിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് തണിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് സൂക്ഷിക്കാം. നമുക്ക് കേക്കിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും, കുട്ടികൾക്കൊക്കെ എന്തായാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.